ഓരോ ഋഷിമാരുടെയും മനസ്സിൽ തെളിയുന്നതാണ് ഓരോ മൂർത്തി മന്ത്രങ്ങൾ എന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രങ്ങളോടൊപ്പം അവരുടെ മനസ്സിൽ ആ മൂർത്തിയുടെ രൂപം വ്യക്തമായി തെളിയും. അതനുസരിച്ച് അനുയോജ്യമായ ഛന്ദസ്സിൽ അവർ തന്നെ എഴുതുന്നതാണ് ധ്യാന ശ്ലോകം. ഇതിൽ ദേവീദേവന്മാരുടെ രൂപം വ്യക്തമായും പ്രതിപാദിക്കുന്നുണ്ടാകും. അതേ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മന്ത്രങ്ങൾ ജപിക്കാൻ. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. നീരദശ്യാമ മാലാഖകളെ നിങ്ങൾ കണ്ടുവോ വാരിജ ലോചനനെ. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. എന്നോട് മിണ്ടിയിട്ടില്ലവൻ എൻ്റെ പരിഭവം കേട്ടതില്ല. ഇന്നലെ എന്നോട് മിണ്ടിയിട്ടില്ലവൻ എൻ്റെ പരിഭവം കേട്ടതില്ല. എന്നും മുരളിക ഊതിയുണർത്തുമെൻ ഉള്ളിലെ മോഹം അറിഞ്ഞതില്ല. എന്നും മുരളിക ഊതിയുണർത്തുമെൻ ഉള്ളിലെ മോഹം അറിഞ്ഞതില്ല. അവൻ തെല്ലുമെൻ ചാരത്ത് വന്നതില്ല. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. എന്നും നീലാംബരി പാടിയൊഴുക്കുന്ന നീരവനൂപുരം കേട്ടതില്ല. എന്നും നീലാംബരി പാടിയൊഴുക്കുന്ന നീരവനൂപുരം കേട്ടതില്ല. പൈക്കിടാവേ നീ കരഞ്ഞില്ല നന്ദന. പൈക്കിടാവേ നീ കരഞ്ഞില്ല നന്ദന. വൃന്ദാവനം പൂക്കൾ ചൂടിയില്ല. എന്തേ എന്നെ മറന്നുപോ കണ്ണ. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ. നീരദശ്യാമ മാലാഖകളെ നിങ്ങൾ കണ്ടുവോ വാരിജ ലോചനനെ. നീലക്കടമ്പേ നീലക്കടമ്പേ കണ്ടുവോ നീ എൻ്റെ കാർവർണ്ണനെ.